കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പര അട്ടപ്പടലം തോറ്റപ്പോൾ വിമർശന ശരങ്ങൾക്ക് നടുവിലിരുന്നു കൊണ്ട് കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞ ചില വാക്കുകളുണ്ടായിരുന്നു. ഒരുതരം ന്യായീകരണം പറച്ചിലായിരുന്നു അത്. ഇന്ത്യൻ ക്രിക്കറ്റാണ് പ്രധാനം, ഞാനല്ല. പക്ഷേ എൻ്റെ കീഴിലാണ് ചാമ്പ്യൻസ് ട്രോഫിയും ഏഷ്യ കപ്പും നമ്മൾ നേടിയതെന്ന കാര്യം നിങ്ങൾ മറക്കരുത് എന്നായിരുന്നു ഗൗതം ഗംഭീറിൻ്റെ വാക്കുകൾ. അതായത് റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടെങ്കിലും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഏകദിനത്തിലും T20യിലും ഞങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പുലികളാണ് എന്ന് പറയുന്ന വാക്കുകൾ. ഇപ്പോഴത്തെ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പര അടിയറവ് വെച്ചതിന് ശേഷം താരതമ്യേന ദുർബലരായ പ്രധാന താരങ്ങളൊന്നുമില്ലാത്ത കിവീസിനെതിരെ കൂടി ഇന്ത്യ പരാജയപ്പെട്ടതോടെ ആ അവകാശവാദം കൂടി തകർന്നടിഞ്ഞിരിക്കുകയാണ്, ചിതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ എന്ന ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രം നാട്ടുകാരുടെ മുമ്പിൽ ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങി നിൽക്കുന്ന സമയത്ത് കടങ്ങൾ വാങ്ങിയവർ കടക്കാർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ദിലീപിൻ്റെ അച്ഛനായ കൈമൾ മാഷ് അദ്ദേഹത്തിന് നാട്ടിലിറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. മകൻ്റെ ഈ ഒരു തോൽവികളിൽ ഭയന്നുകൊണ്ട് ഈ നാട്ടിലേക്ക് ഇറങ്ങാൻ കഴിയാതെ പോയ കൈമൾ മാഷിൻ്റെ തിലകൻ അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ ഇന്ത്യൻ ആരാധകൻ്റെയും ആ കൈമൾ മാഷിൻ്റെ അതേ മെൻറ്റാലിറ്റിയാണ് ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകനുമുള്ളത്. കാരണം തോൽവികൾ കാരണം നാട്ടിലിറങ്ങി നടക്കാനാവാത്ത അവസ്ഥ. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് ബോൾ ആയാലും റെഡ് ബോൾ ആയാലും തോൽവികൾ അറിയാത്ത പൊന്നാപുരം കോട്ടകളായിരുന്നു ഈ ഫോർമാറ്റുകൾ. ഇന്നിതാ അതെല്ലാം കോച്ച് ഗൗതം ഗംഭീറിന് കീഴിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. It's a devastating resume for any coach. A golden era turned into a record-breaking nightmare. Home fortresses fell, records collapsed, pride shattered. This isn't transition, this is regression. ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്ത് സംഭവിച്ചോ അത് ഏകദിനത്തിലും ആവർത്തിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ന്യൂസിലാൻഡ് ഇന്ത്യയിൽ ഒരു ഏകദിന പരമ്പര വിജയിച്ചിരിക്കുന്നത്. ഗൗതം ഗംഭീർ അഭിമാനത്തോടെ പറഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി കിരീടം അയാളുടെ നേട്ടമല്ലെന്ന് ആ സമയത്ത് നായകനായ രോഹിത് ശർമ്മ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് രോഹിത് നൽകിയത് മുൻ കോച്ചായ രാഹുൽ ദ്രാവിഡിനാണ്. രോഹിതിന് പകരം ഗംഭീർ ഇച്ഛിച്ചതുപോലെ ശുഭ്മാൻ ഗിൽ എന്ന യുവ നായകൻ അദ്ദേഹം ക്യാപ്റ്റനായതോടെ 3 ഏകദിന പരമ്പരകളിൽ ഇന്ത്യക്ക് 2 പരമ്പരകളാണ് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. ഓസ്ട്രേലിയയോടും ന്യൂസിലാൻഡിനോടും ഇന്ത്യ തോറ്റിരിക്കുകയാണ്. കീഴടക്കിയത് പ്രോട്ടിയാസിനെ മാത്രമാണ്. ആകെ 9 മത്സരങ്ങളിൽ 4 ജയം 5 തോൽവി എന്ന നിലയിലാണ് ഗംഭീർ ശുഭ്മാൻ ഗിൽ കാലഘട്ടം. ഈ 3 ടീമുകളിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ആ 2 ടീമുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ പ്രമുഖ താരങ്ങൾക്കൊക്കെയും വിശ്രമം അനുവദിച്ച ഒരു ടീമുമായിട്ടാണ് ഇന്ത്യക്കെതിരെ കളിക്കാൻ ഇറങ്ങിയത് എന്നോർക്കണം. പരീക്ഷണ പരമ്പരകളും ഓൾറൗണ്ടർമാരിലെ അമിത വിശ്വാസവും ഉൾപ്പെടെ ചോദ്യങ്ങൾ നിരവധിയാണ് ഗംഭീറിന് മുന്നിലുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇന്ത്യ ടെസ്റ്റ് മത്സരങ്ങളിൽ നാട്ടിൽ തകർന്നടിയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ട ഒരു ട്രോൾ ഉണ്ടായിരുന്നു. ഒരു വണ്ടിയുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ക്ലച്ചും ആക്സിലറേറ്ററും ബ്രേക്കും. ഇതിൽ ക്ലച്ചും ആക്സിലറേറ്ററും വണ്ടിയുടെ മുന്നോട്ടുള്ള കുതിപ്പിനാണ് ഉപയോഗിക്കുക, ബ്രേക്ക് എന്നാൽ വണ്ടി നിർത്താനാണ് ഉപയോഗിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിനെ മുന്നോട്ട് നയിച്ച ക്ലച്ച് ആയിരുന്നു രവി ശാസ്ത്രി കോച്ചായിരുന്ന കാലഘട്ടം. വിജയരഥം മുന്നോട്ടുരുണ്ടു തുടങ്ങിയ കാലമായിരുന്നു അത്. രാഹുൽ ദ്രാവിഡ് ആക്സിലറേറ്റർ ആയിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് മുന്നോട്ട് കുതിച്ച കാലമായിരുന്നു. എന്നാൽ ഗൗതം ഗംഭീർ എന്ന ഇന്ത്യൻ കോച്ച് നിലവിലെ സ്ഥിതിവിശേഷത്തിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ബ്രേക്കാണ്. കുതിപ്പിൻ്റെ വണ്ടി അവിടെ നിന്നിരിക്കുകയാണ്. തോൽവികളുടെയും നാണക്കേടിൻ്റെയും പടുകുഴിയിൽ പെട്ട് വലഞ്ഞ് റോഡരികിൽ ബ്രേക്ക് ചവിട്ടി പാർക്ക് ചെയ്ത് നിൽക്കുകയാണ് ഗൗതം ഗംഭീറിൻ്റെ ഇന്ത്യൻ ടീം. കൊട്ടിഘോഷിക്കപ്പെട്ട ഗൗതം ഗംഭീർ യുഗം ഇങ്ങനെയാവുമെന്ന് ഒരിക്കലും ഒരാളും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഗംഭീറിന് കീഴിൽ പതിവില്ലാതെ കിതച്ചുകൊണ്ടിരിക്കുകയാണ് ടീം ഇന്ത്യ. കഴിഞ്ഞ T20 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങിയതോടെയാണ് പകരം ഗംഭീറിനെ ഈ റോളിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നത്. പക്ഷേ നേട്ടങ്ങളെക്കാൾ തിരിച്ചടികളാണ് അദ്ദേഹത്തിന് കീഴിൽ ടീമിന് നേരിടേണ്ടി വന്നത്. ഗംഭീർ മുഖ്യ കോച്ചായി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഇന്ത്യൻ ടീമിന് നേരിടേണ്ടി വന്ന തിരിച്ചടികൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ നിരവധിയുണ്ട്. 45 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഏകദിനത്തിൽ ഒരു ജയം പോലും നേടാനാവാതെയാണ് ഇന്ത്യൻ ടീം 2024 എന്ന വർഷം അവസാനിപ്പിച്ചത്. 2024 ജൂലൈയിലാണ് ഗംഭീർ ഈ റോളിലേക്ക് വരുന്നത്. ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ പരമ്പര ശ്രീലങ്കയ്ക്കെതിരെ അവരുടെ നാട്ടിലായിരുന്നു. 3 മത്സരങ്ങളുടെ T20 പരമ്പര തൂത്തുവാരാൻ ഇന്ത്യക്ക് അന്ന് സാധിച്ചെങ്കിലും ഏകദിനത്തിൽ വലിയ ഷോക്കാണ് അന്ന് നേരിട്ടത്. 2-0 ഇന്ത്യയെ ലങ്കൻ ടീം അട്ടിമറിക്കുകയായിരുന്നു. 27 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ലങ്കയ്ക്കെതിരെ ഒരു പരമ്പര ഇന്ത്യ അന്ന് കൈവിടുന്നത്. അതിനു മുമ്പ് 97-ലായിരുന്നു ഇത്തരമൊരു തിരിച്ചടി ഇന്ത്യക്ക് നേരിട്ടത്. മാത്രവുമല്ല, T20 ലോകകപ്പിന് ശേഷം വിശ്രമത്തിലായിരുന്ന സീനിയർ താരങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ശക്തമായ ഇന്ത്യൻ ടീമുമായിട്ടായിരുന്നു ലങ്കയ്ക്കെതിരെ ഇന്ത്യ അന്ന് നാണം കെട്ടത്.
ആ സമയത്ത് കഴിഞ്ഞ കുറേ കാലമായി മോശം പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ശ്രീലങ്കയ്ക്ക് ആ ജയം ഒരു ഉയർത്തെഴുന്നേൽപ്പുമായി എന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നാണക്കേടിൻ്റെ ആദ്യ അധ്യായമായിരുന്നു അത്. 36 വർഷങ്ങൾക്ക് ശേഷം ന്യൂസിലാൻഡിനെതിരെ നാട്ടിലൊരു ടെസ്റ്റ് പരമ്പര തോറ്റു എന്നതാണ് അടുത്ത നാണക്കേട്. 19 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ടീം ഇന്ത്യയുടെ പൊന്നാപുരം കോട്ടയായ ബംഗളൂരുവിലെ ചിന്നസ്വാമിയിൽ ഒരു ടെസ്റ്റും ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നത് മറ്റൊരു നാണക്കേട്. അതിനൊപ്പം നാട്ടിൽ ഹോം ടെസ്റ്റിൽ ആദ്യമായി 50 റൺസിൽ താഴെ റൺസിന് ഓൾ ഔട്ട് ആയതാണ് ഇന്ത്യക്ക് നേരിട്ട മറ്റൊരു വലിയ ദുരന്തം. ചരിത്രത്തിൽ ആദ്യമായി ന്യൂസിലാൻഡിനോട് നാട്ടിൽ ടെസ്റ്റ് പരമ്പര തോറ്റത് മറ്റൊരു വലിയ ക്ഷീണമായി. 12 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലൊരു ടെസ്റ്റ് പരമ്പര ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നതും ഗൗതം ഗംഭീറിൻ്റെ കീഴിലാണ്. 12 വർഷങ്ങൾക്ക് ശേഷം മുംബൈയിലെ വാങ്കഡയിൽ ടെസ്റ്റിലും ഇന്ത്യൻ ടീം തോൽവി ഏറ്റുവാങ്ങിയത് നമ്മൾ കണ്ടു. ചരിത്രത്തിൽ ആദ്യമായി നാട്ടിൽ ഇന്ത്യൻ ടീം ഒരു ടെസ്റ്റ് പരമ്പരയിൽ തൂത്തുവാരപ്പെട്ടതും ഇതേ ഗൗതം ഗംഭീറിൻ്റെ കീഴിൽ തന്നെയായിരുന്നു. അതും നമ്മൾ കണ്ടു. അവരുടെ സ്റ്റാർ ബാറ്ററായ കെയ്ൻ വില്യംസൺ ഇല്ലാതെ ഇറങ്ങിയ കിവീസ് നിരയാണ് അന്ന് ടെസ്റ്റിൽ ഇന്ത്യയെ തകർത്തു വിട്ടത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ആ സമയത്ത് മുന്നിലുണ്ടായിരുന്ന ഇന്ത്യ അപ്രതീക്ഷിതമായിട്ടാണ് കിവികൾക്കെതിരെ ടെസ്റ്റിൻ്റെ രണ്ടാം ദിനം ബാറ്റിംഗ് തുടങ്ങി 46 റൺസിന് ആദ്യ ഇന്നിംഗ്സിൽ ഓൾ ഔട്ട് ആകുന്നത്. അതിനും തൊട്ട് മുമ്പുള്ള ദിവസത്തെ ഗംഭീറിൻ്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. അത് ആ സമയത്ത് ചർച്ചയായി ട്രോളായി മാറി. ആ പത്രസമ്മേളനങ്ങളിൽ ഒന്നിൽ കോച്ചായ ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന് ടെസ്റ്റിൻ്റെ ഒരു ദിവസം തന്നെ 400 റൺസ് അടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രസ്താവന ഇറക്കിയിരുന്നു. ഈ പ്രസ്താവന ഇറക്കിയതിൻ്റെ രണ്ടാമത്തെ ദിവസം തന്നെയാണ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും കുഞ്ഞൻ സ്കോറിനുള്ളിൽ ഓൾ ഔട്ട് ആവുകയും ചെയ്തത്. സ്വന്തം മണ്ണിൽ നടന്ന ടെസ്റ്റുകളിലെ ഏറ്റവും ചെറിയ സ്കോർ എന്ന മോശം റെക്കോർഡാണ് ഇന്ത്യക്ക് അന്ന് ചാർത്തി കിട്ടിയത്. അതിനുശേഷം സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ വരുന്നു. ടെസ്റ്റ് പരമ്പര ഒരിക്കൽ കൂടി ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്യുന്നു. ഇന്ത്യയിൽ 25 വർഷത്തിനിടെ സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ ടെസ്റ്റ് പരമ്പര ജയമായിരുന്നു അത്. ഒരു വർഷത്തിനിടെ നാട്ടിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വൈറ്റ് വാഷും നേരിടേണ്ടി വരുന്നു. 2025 നവംബറിൽ ഗുവാഹത്തി ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്കയോട് 408 റൺസിന് തോറ്റതോടെ നാട്ടിൽ റൺസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ ടെസ്റ്റ് തോൽവിയായിരുന്നു ഇന്ത്യ വഴങ്ങിയത്. 2024 നവംബറിൽ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ 1-3 തോറ്റതോടെ 10 വർഷത്തിന് ശേഷം ആദ്യമായി ഇന്ത്യ ട്രോഫി കൈവിടുകയും ചെയ്തു. ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്കറിയാം നാട്ടിൽ ന്യൂസിലാൻഡിനെതിരെ ഒരു ഏകദിന പരമ്പര ഇന്ത്യ ഇങ്ങനെ തോറ്റമ്പുന്നത്. കഴിഞ്ഞ 16 പരമ്പരകളിലും ഇന്ത്യ ജയിച്ചപ്പോൾ ഗംഭീറിനും ഗില്ലിനും കീഴിൽ ആദ്യമായി ഇന്ത്യ തോൽവി അറിയുകയായിരുന്നു. ഇംഗ്ലണ്ട് പര്യടനത്തിലെ പ്രകടനം മാത്രമാണ് എടുത്തു പറയാനുള്ള നേട്ടം. ചാമ്പ്യൻസ് ട്രോഫിയും പിന്നെ ഏഷ്യ കപ്പ് പർവ്വതീകരിക്കേണ്ട കാര്യമില്ലെന്ന് നമ്മൾ കണ്ടതാണ്. ഏഷ്യ കപ്പിൽ പല മത്സരങ്ങളിലും ഇന്ത്യ ദുർബലരായ എതിരാളികളായ പാകിസ്ഥാനോടും ശ്രീലങ്കയോടും പലവട്ടം കിതക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ക്യാപ്റ്റന്മാരായിരുന്ന കാലത്ത് ഏകദിനത്തിൽ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ഒരു വമ്പൻ സംഘത്തിനും ഇന്ത്യക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഈ മട്ടിൽ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി ഇവിടെ ഓർക്കേണ്ടിയിരിക്കുന്നു. ഏകദിനത്തിൽ ഇതുവരെ ഗൗതം ഗംഭീറിൻ്റെ കീഴിൽ നേരത്തെ പറഞ്ഞതുപോലെ 20 മത്സരങ്ങളിൽ 12 ജയവും 7 തോൽവിയുമാണ്. ഒരു മത്സരം ടൈമാണ്. വിജയശതമാനം 60-ൽ എത്തി നിൽക്കുന്നു. ടെസ്റ്റിൽ ഇത് 40-നും താഴെയാണ്. ആശ്വസിക്കാൻ വകയുള്ളത് 2020-ൽ മാത്രമാണ്. ഇനി ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിലേക്ക് വരുമ്പോൾ അവരുടെ സ്റ്റാർ ബാറ്ററായ ഡാരൽ മിച്ചലിനെതിരെ ഒരു ഘട്ടത്തിൽ പോലും ഒരു പദ്ധതി പോലും ഗില്ലിനും ഗംഭീറിനും ഉണ്ടായിരുന്നില്ല. 2 സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും കുറിച്ചുകൊണ്ട് മിച്ചലാണ് അനായാസം ഈ പരമ്പര ന്യൂസിലാൻഡിന് സമ്മാനിക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ചത്. ഇതിലെല്ലാം ഉപരിയാണ് ഇന്ത്യയുടെ ടീം സെലക്ഷൻ എന്ന് നമുക്കറിയാം. ഇന്ത്യയെ നിലവിലുള്ളതിൽ വിക്കറ്റ് ടേക്കിംഗ് ബോളറായ അർഷദീപ് ഈ പരമ്പരയിൽ ആകെ കളിച്ചത് ഒരു മത്സരമാണ്, അവസാന ഏകദിനമാണ്. ആ മത്സരത്തിൽ അദ്ദേഹം 3 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. എന്തുകൊണ്ട് അർഷദീപിന് മറ്റു മത്സരങ്ങളിലൊന്നും അവസരങ്ങൾ നൽകുന്നില്ല എന്നതൊരു ചോദ്യം തന്നെയാണ്. പരിചയസമ്പന്നനായ മുഹമ്മദ് ഷമിയുടെ കാര്യം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അദ്ദേഹത്തിന് മുന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വാതിൽ ഏതാണ്ട് അടഞ്ഞതിന് സമാനമാണ് കാര്യങ്ങൾ. വിശ്രമം അനുവദിച്ചും പുതിയ താരങ്ങൾക്ക് അവസരം നൽകിയും ഗൗതം ഗംഭീറിൻ്റെ തന്ത്രങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ ഏകദിനത്തിലും ഇന്ത്യയുടെ ഗ്രാഫ് താഴേക്കാണ് കുതിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടെസ്റ്റ് മത്സരങ്ങളിലേതുപോലെ 2027 ഏകദിന ലോകകപ്പ് വരെയാണ് ഗംഭീറിൻ്റെ കാലാവധി എന്ന് നമുക്കറിയാം. 2007 T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലും 2011 ഏകദിന ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലും അംഗമായിരുന്ന ഗൗതം ഗംഭീർ എന്ന കളിക്കാരൻ 2 ലോകകപ്പുകളിലും ഫൈനലിലെ ടോപ്പ് സ്കോററായിരുന്നു. അതിലൊന്നും നമുക്ക് സംശയമില്ല. ഒരു കളിക്കാരൻ എന്ന നിലയിൽ ഗംഭീർ ഒരു ടോപ്പ് പ്ലെയർ ആയിരുന്നു. IPL ലക്നൗ സൂപ്പർ ജയൻസ് ടീം മെൻഡറായി 2 വർഷം പ്രവർത്തിച്ച ഗംഭീർ 2 തവണയും ടീമിനെ പ്ലേ ഓഫിൽ എത്തിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. തൊട്ടു മുന്നിലത്തെ സീസണിൽ കൊൽക്കത്തയുടെ മെൻഡറായി ടീമിനെ IPL കിരീടത്തിലേക്ക് നയിച്ച ചരിത്രവുമുണ്ട് ഗംഭീറിന്. അതിനൊപ്പം ക്യാപ്റ്റനായി അദ്ദേഹം കൊൽക്കത്തയെ IPL കിരീടം ചൂടിച്ചിട്ടുണ്ട്. അതായത് ട്രാക്ക് റെക്കോർഡുകളൊക്കെ മികച്ചതാണ്. പോരാത്തതിന് കളിച്ചിരുന്ന കാലത്തെ അഗ്രഷനും പേര് കേട്ട താരമാണ്.
എങ്കിലും കോച്ചായി, സീനിയർ ടീമിൻ്റെ കോച്ചായി അദ്ദേഹം ഈ ടീമിനൊപ്പം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡുകളെല്ലാം പരിതാപകരമായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഭീറിന് മുമ്പത്തെ ഇന്ത്യൻ കോച്ചുമാരായ അനിൽ കുംബ്ലെയും പിന്നീട് വന്ന രവിശാസ്ത്രിയും രാഹുൽ ദ്രാവിഡും ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ ഉന്നതികളിലേക്ക് എത്തിച്ചിട്ടാണ് പടിയിറങ്ങിയത്. ഇവരുടെ കാലത്തൊന്നും ഇങ്ങനെ ഇന്ത്യൻ ടീം നാട്ടിൽ നാണം കെട്ടിട്ടില്ല. ഇവർക്കെല്ലാം കീഴിൽ തകർപ്പൻ പ്രകടനമാണ് ഇന്ത്യൻ ടീം നടത്തിയത്. ടീം സെലക്ഷൻ മുതൽ സഹപരിശീലകരെ തീരുമാനിക്കുന്നതിൽ വരെ ഗൗതം ഗംഭീറിൻ്റെ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. ഇത്രയും ഇടപെടലുകൾ മുൻ കോച്ചുമാരാരും നടത്തിയിട്ടില്ല. ഗംഭീർ ആവശ്യപ്പെട്ടതെല്ലാം നൽകാൻ BCCI എന്നും തയ്യാറായിരുന്നു. എന്നിട്ടും ടീമിന് പ്രതീക്ഷിച്ച പ്രകടനം, മികച്ച ഫലം കൊണ്ടുവരാൻ ഗംഭീറിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മികച്ച താരനിര ഇന്ത്യക്കുണ്ടെങ്കിലും ഇവരെല്ലാം ഇപ്പോൾ ആത്മവിശ്വാസം ഇല്ലാതെ കളിക്കുന്നത് പോലെയാണ് തോന്നിക്കുന്നത്. യുവതാരങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ടെങ്കിലും സീനിയർ താരങ്ങളുടെ ഗംഭീറുമായുള്ള കോമ്പിനേഷനും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിനോടകം തന്നെ ഗംഭീറിനെ പുറത്താക്കണമെന്ന മുറവിളികളും ശക്തമാണ്. ഇത്രയേറെ വിമർശനങ്ങളും കണ്ണു തുറപ്പിക്കുന്ന തോൽവികളും കോച്ചിങ് കാലത്തെ ഈ ഘട്ടത്തിൽ തന്നെ ഗംഭീറിനെ നേരിടേണ്ടി വന്നു എന്നത് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയറിന് മുകളിൽ ഒരു ഡെമോക്ലസിൻ്റെ വാളായി നിൽക്കുമെന്ന് ഉറപ്പാണ്.